താലി ഇറ്റേണൽ വെഡിംഗ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അങ്കമാലി നഗരത്തിന്റെ സമഗ്ര വികസനത്തിനുതകുന്ന വിവിധ പദ്ധതികളുമായി 2024-25 വർഷത്തെ ബജറ്റ് അവതരണം നടത്തി. 44,72,21,398 രൂപ ചെലവും 6,34,89,838 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. വൈസ് പ്രസിഡന്റ് റീത്ത പോൾ ബഡ്ജറ്റ് അവതരണത്തിന് നേതൃത്വം നൽകി. എല്ലാ തലത്തിലും അങ്കമാലിയെ പടുത്തുയർത്തുക എന്ന ലക്ഷ്യവുമായി വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതികളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആധുനിക രീതിയിലുള്ള അറവുശാല, പൊതുശ്മശാനം, മാലിന്യ നിർമ്മാർജ്ജനം, ദാരിദ്ര്യ ലഘൂകരണം, ആരോഗ്യ സുരക്ഷ, യുവജനക്ഷേമം, തരിശുഭൂമിയിൽ കൃഷി തുടങ്ങിയ പദ്ധതികൾക്കാണ് ഊന്നൽ നൽകിയിട്ടുള്ളത്. സർക്കാരിൽ നിന്നും 5,65,66,333 രൂപ ലഭിക്കാനുണ്ട്. നഗരസഭയുടെ ആകെ നിലവിലുള്ള സർവീസ് പെൻഷൻകാരുടെ എണ്ണം 57 ആണ്. ഒരു മാസം പെൻഷൻ നൽകുന്നതിന് വരുന്ന ചെലവ് 11,22,335 രൂപ, 11,22,335 രൂപയാണ്. പൊതു ടാപ്പുകളുടെ വെള്ളക്കര ഇനത്തിൽ 278 ടാപ്പുകൾക്ക് 5,05,937 രൂപയാണ് ഒരു മാസം നഗരസഭ കടമാക്കി വരുന്നത്. അമൃത് പദ്ധതിയിൽപ്പെടുത്തി 1000 പേർക്ക് ഫ്രീ വാട്ടർ കണക്ഷൻ നൽകുന്നത് വഴി മുഴുവൻ പൊതു ടാപ്പുകളും ഒഴിവാക്കുവാൻ 60 ലക്ഷം രൂപ ഒരു വർഷം നഗരസഭയ്ക്ക് ലാഭിക്കാവുന്നതാണ്. അപ്രകാരം കുടിവെള്ള ലഭ്യതയുമായി ബന്ധപ്പെട്ട ഒരു വരുമാന ചോർച്ച നഗരസഭയ്ക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. തനത് ഫണ്ട് പരമാവധി സ്വരൂപിച്ചും ചിലവുകളിൽ മിതത്വം പാലിച്ചും വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന സാമൂഹ്യ സുരക്ഷാ ഉത്തരവാദിത്ത ഫണ്ട് ശേഖരിച്ചും കൃത്യതയോടെ നടപ്പാക്കുവാൻ കഴിയുന്ന പദ്ധതികളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിരുന്നു. നഗരസഭയുടെ ISO സർട്ടിഫിക്കേഷൻ പുതുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ സ്മാർട്ട് പദ്ധതി നടപ്പിലാക്കിയതോടെ കമ്പ്യൂട്ടർ സഹായത്തോടെ ശാസ്ത്രീയമായി ഫയലുകൾ സൂക്ഷിക്കുന്നതിനും നഗരസഭയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനും എല്ലാ പേയ്മെന്റുകളും പേയ്മെന്റ് ആക്കുവാനുമുള്ള സംവിധാനം നടപ്പിലാക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും ഒരു മൊബൈൽ ആപ്പ് വഴി യുഡിയിലേക്ക് ലഭിക്കുന്ന പദ്ധതിയാണ് സ്മാർട്ട്. ഈ ആപ്പിലൂടെ അപേക്ഷകളും പരാതികളും ഓൺലൈനായി സമർപ്പിക്കുവാനും അവയുടെ പുരോഗതി അറിയുവാനും സാധിക്കും. നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് മുൻനിര പരിപാടികളെല്ലാം തന്നെ ബജറ്റിൽ ചേർത്തിട്ടുണ്ട്. സംരക്ഷണം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ വിഭാവനം ചെയ്തിരുന്ന പൊതു ശുചിമുറിയും സമുച്ചയവും കോഫി ഹൗസും